മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. മുനമ്പം വിഷയത്തിൽ വീണ്ടും കേന്ദ്ര സർക്കാർ ഇടപെടലുകൾ നടത്തി തുടങ്ങിയിരിക്കുന്നു. BJP ഡയറക്റ്റ് ആയിട്ട് കേന്ദ്രത്തെ ഇടപെടിപ്പിക്കുന്നു. BJP ഇടപെട്ടതുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത പുറത്തു വന്നിരിക്കുന്നു. നമ്മുടെ മാധ്യമങ്ങളൊന്നും വേണ്ട വിധത്തിൽ അതിന് പ്രാധാന്യവും കൊടുക്കുന്നില്ല. നമുക്ക് BJP എന്താണ് മുനമ്പം വിഷയത്തിൽ ചെയ്തത് എന്നതിലേക്ക് പോകുന്നതിന് മുമ്പ് VD സതീശൻ 10 മിനിറ്റ് കൊണ്ട് പരിഹാരമുണ്ടാക്കുമെന്ന് പറഞ്ഞ് ജനങ്ങളെ വഞ്ചിച്ച VD സതീശന് കഴിഞ്ഞ ഇടത് സർക്കാരിലെ വഖഫാണ് ഇപ്പോ ആ ബോർഡാണ് 404 ഏക്കർ മുനീബ് ഹോട്ടലിലേക്ക് രജിസ്റ്റർ ചെയ്തോ എന്ന് പറഞ്ഞ് നിലവിളിച്ചിട്ടില്ലായിരുന്നു. ആ നിലവിളി നിങ്ങളൊന്ന് കേൾക്കണം. എന്താണ് സതീശൻ പറയുന്നത് എന്നും ഇതിന് മറുപടിയായിട്ട് BJP എന്തു ചെയ്തു എന്നുള്ളതുമാണ് നമ്മൾ ഈ വീഡിയോയിൽ മുന്നോട്ട് വെക്കുന്നത്. സതീശൻ പറയുന്നത് നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. എന്താ സംഭവം നടന്നത്? ഇപ്പോൾ ഒരു സംഭവം നടന്ന് നിങ്ങൾ ശ്രദ്ധിച്ച കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത് ഒരു തീരുമാനമെടുത്ത് പോണ പോക്കിൽ മുനമ്പം ഞാനൊരു വാചകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ 2 മതവിഭാഗങ്ങളെ ശത്രുക്കളാകാൻ വേണ്ടി നടത്തുന്ന ഒരു ശ്രമമാണ് അവിടെ നടന്നത്. അതിന് സർക്കാർ, അന്നത്തെ സർക്കാർ കൂട്ടുനിന്നു എന്ന് പറഞ്ഞില്ലേ? ഇവരെല്ലാവരും അവിടെ ചെന്ന് പറഞ്ഞെന്താ, ഞങ്ങൾ നിങ്ങളെ കുടിയൊഴിപ്പിക്കില്ല അല്ലേ? ഇപ്പോൾ പോണ പോക്കിൽ വഖഫ് ബോർഡ് ചെയ്തതെന്താ? ഏത് വഖഫ് ബോർഡാണ്? ഞങ്ങൾ വെച്ചിട്ടില്ലല്ലോ വഖഫ് ബോർഡ്. കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള പൊളിറ്റിക്കൽ അപ്പോയിൻമെൻ്റ് ആയിട്ടുള്ള വഖഫ് ബോർഡ് പോണ പോക്കിൽ ഇത് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തിട്ട് പോയി. ഇനി സാധാരണ വഖഫ് ലാൻഡ് രജിസ്റ്റർ ചെയ്യുന്നത് അതിൻ്റെ മുത്തവല്ലിയാണ്. ഇവിടെ വഖഫ് ബോർഡ് തന്നെ അത് പോർട്ടലിലേക്ക് പെടുത്തിയിരിക്കുകയാണ്. മനസ്സിലാക്കിക്കൊള്ളണം എന്താ അവരുടെ ഉദ്ദേശം. ഇവർ 2 കൂട്ടരും ഒരേ പാതയിൽ സഞ്ചരിക്കുന്നവരാണ് എന്ന് ഒരു രാഷ്ട്രീയ ആരോപണം ഞാൻ പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. അതിന് അടിവരയിടുന്ന നടപടിയാണ് പോണ പോക്കി ചെയ്തത്. ശരിക്കും വഖഫ് ഭൂമിയാണ് എന്ന് എസ്റ്റാബ്ലിഷ് ചെയ്താൽ ഇവർ എൻക്രോച്ചേഴ്സാണ് അല്ലേ? ഇവർ കയ്യേറ്റക്കാരാണ് അല്ലേ? പിന്നെ അവരെ ഒഴിപ്പിക്കാൻ കോടതിക്കും പാടായിരിക്കും, ഗവൺമെൻറ്റിനും പാടായിരിക്കും. അപ്പോൾ വരാൻ പോകുന്ന ഗവൺമെൻറ്റിന് ഒരു 8ൻ്റെ പണി കൊടുത്തിട്ടാണ് ഇവരങ്ങ് പോയത്, വഖഫ് ബോർഡ് പോയത്. എന്താണ് പൊളിറ്റിക്കൽ അപ്പോയിൻമെൻ്റ് ആയിട്ടില്ല ആ വഖഫ് ബോർഡ് പോണ പോക്കിൽ ഇപ്പം എന്താണ് തീരുമാനം? വരാൻ പോകുന്ന ഗവൺമെൻറ്റിന് അതിൻ്റെ തീരുമാനം എടുക്കാനുള്ള അനുമതി കൊടുക്കണ്ടേ? പക്ഷേ ഞങ്ങൾ അതിനെ നിയമപരമായി നേരിടും, നിയമപരമായ തീരുമാനം എടുക്കും. നിങ്ങൾ കേട്ടില്ലേ? മുഖ്യമന്ത്രിക്ക് VD സതീശനൊന്നും ഒരു ഉളുപ്പില്ലേ? സാധാരണ ജനങ്ങൾക്ക് മുന്നിൽ പോയിട്ട് പ്രത്യേകം ഓർക്കേണ്ടതാണ്, ദേവാലയത്തിന്റെ മുന്നിൽ നിന്നുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് സാധാരണ മുനമ്പം പ്രദേശത്തെ ആളുകൾക്ക് മുന്നിലെത്തിയിട്ട് സതീശൻ പറഞ്ഞത് 10 മിനിറ്റ് തന്നാൽ മതിയെന്ന്. ആ 10 മിനിറ്റ് കൊണ്ട് പ്രശ്നം പരിഹരിക്കുമെന്ന് പറഞ്ഞ സതീശൻ മുഖ്യമന്ത്രിയായ സമയത്ത് ബോർഡ് വന്ന സമയത്ത് 8ൻ്റെ പണി തന്നു. 8ൻ്റെ പണി ഞങ്ങൾക്ക് തന്നു. ഞങ്ങളിപ്പോ കുടുങ്ങി, ഞങ്ങൾക്ക് 10 മിനിറ്റ് കൊണ്ട് ഒന്നും ചെയ്യാൻ സാധിക്കൂല എന്നാ പറയുന്നത്. കൃത്യമായിട്ട് സതീശൻ തന്നെ പറയുന്നുണ്ട്, വഖഫ് ബോർഡാണ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തത്. മുത്തവല്ലിയാണ് ഇത് നേരിട്ട് ചെയ്യേണ്ടത്, എന്നാൽ ഇത് ബോർഡാണ് ചെയ്തത്. അത് വളരെ വ്യക്തമാണ്, നിയമവിരുദ്ധമായിട്ടാണ് ബോർഡ് ചെയ്തത് എന്ന്. നിയമവിരുദ്ധതയെ പോലും ചോദ്യം ചെയ്യാതെ ഒറ്റയടിക്ക് സതീശൻ കയ്യങ്ങ് കഴുകി. അവര് ബോർഡ് രജിസ്റ്റർ ചെയ്തുകൊണ്ട് ഞങ്ങൾ പെട്ടു, ഇനി ഞങ്ങൾക്കൊന്നും ചെയ്യാനാവൂലോ എന്ന്. ഈ സതീശനാ പറഞ്ഞത്, എന്ത് നിയമ പ്രശ്നമുണ്ടെങ്കിലും എന്ത് വിഷയമുണ്ടെങ്കിലും ഏത് രീതിയിലും ഞങ്ങൾക്ക് ഭരണം കിട്ടിയാൽ വെറും 10 മിനിറ്റ് മതി. ഞങ്ങൾ ദേവാലയത്തിന്റെ മുന്നിൽ നിന്നാ ഞാനിത് പറയുന്നത് എന്നൊക്കെയാ സതീശൻ അന്ന് സാധാരണക്കാരായിട്ടുള്ള കിടപ്പാടം നഷ്ടപ്പെട്ട ആളുകളോട് സംസാരിച്ചിരുന്നത്. ആ സതീശൻ ഇപ്പോ നിയമവിരുദ്ധത ഇടത് സർക്കാരിന്റെ ബോർഡ് ചെയ്തിട്ടും വഖഫ് ബോർഡ് ഇവർ ഭരണത്തിലെത്തിയിട്ട് ഇടത് സർക്കാരിന്റെ ബോർഡ് ചെയ്തോ എന്ന് പറയാൻ നാളമില്ലേ? വെറും 2 മിനിറ്റ് പോലെ ആ ബോർഡിനെ, ഇടത് ബോർഡിന്റെ പൊളിറ്റിക്കൽ ബോർഡിനെ എടുത്ത് ആറ്റിലേക്കറിയാൻ അത് ചെയ്തില്ല. കാത്തിരുന്നു എന്തെങ്കിലും അവരൊന്ന് ചെയ്യാൻ വേണ്ടി. അവര് ചെയ്തു. അപ്പോ ചാടി വീണ് 10 മിനിറ്റ് കൊണ്ട് സാധിക്കൂല എന്ന് നമ്മൾ പ്രത്യേകം ഓർക്കണം. RSSന്റെ പ്രോഗ്രാമിൽ 3 VC-മാര് പങ്കെടുത്തതില് നിയമപരമായിട്ട് VD സതീശന് മുഖ്യമന്ത്രിക്ക് ഒരു ചുക്കു ചെയ്യാൻ സാധിക്കൂല. എന്നിട്ടും അതിനെതിരെ എന്തൊക്കെ ബഹളം നടത്തി സതീശൻ രംഗത്തെത്തി. എന്നാൽ നിയമപരമായിട്ട് ഇടത് സർക്കാരിന്റെ വഖഫ് ബോർഡ് പോയിട്ട് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തതിനെതിരെ
ഓ അവരത് ചെയ്തു, പണി തന്നു എന്ന് പറഞ്ഞ് അടങ്ങിയിരിക്കുക. എന്നാൽ BJP ഇതിൽ ഇടപെട്ടിരിക്കുന്നു. BJP ആ നിയമവിരുദ്ധതയെ ചോദ്യം ചെയ്തു. വളരെ വ്യക്തമായിട്ട് BJP MLA രാജീവ് ചന്ദ്രശേഖർ കേന്ദ്രത്തെ കാണുന്നു. കേന്ദ്രം ആ വിഷയത്തിൽ ഇടപെട്ടിരിക്കുന്നു. രാജീവ് ചന്ദ്രശേഖർ അതുമായി ബന്ധപ്പെട്ട് പോസ്റ്റ് ചെയ്തത് ഞാനൊന്ന് വായിച്ചേൽപ്പിക്കാം. മുനമ്പം വഖഫിന്റെ മറ്റൊരു ഭൂമി കയ്യേറ്റമായി മാറാൻ അനുവദിക്കില്ല. എന്റെ അഭ്യർത്ഥന പരിഗണിച്ച് ഉടനടി നടപടി സ്വീകരിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിക്കും കേന്ദ്രമന്ത്രി കിരൺ റിജിജുജിക്കും ഹൃദയം നിറഞ്ഞ നന്ദി. മുനമ്പത്തെ 404 ഏക്കർ ഭൂമി ഉമീദ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്ത വഖഫ് ബോർഡിന്റെ ഏകപക്ഷീയമായ നടപടി തികച്ചും നിയമവിരുദ്ധമാണ്. നിയമപരമായി അതിനുള്ള അധികാരം മുത്തവല്ലിക്ക് മാത്രമാണുള്ളത്. എന്റെ ഇടപെടലിനെ തുടർന്ന് മുനമ്പം വിഷയത്തിൽ തങ്ങൾ സ്വീകരിച്ച നടപടികളെ കുറിച്ച് വിശദീകരണം നൽകാൻ കേരള വഖഫ് ബോർഡിനോട് കേന്ദ്ര മന്ത്രാലയം ആവശ്യപ്പെട്ടിരിക്കുകയാണ്. കേരളത്തിൽ ഭരിക്കുന്നത് കോൺഗ്രസ് നേതൃത്വത്തിലുള്ള ദുർബലമായ ഒരു സർക്കാരാണെന്ന് കരുതി നിയമം കയ്യിലെടുക്കാമെന്നും സാധാരണക്കാരായ മലയാളികളുടെ അവകാശങ്ങളിൽ കടന്നു കയറാമെന്നും ആരും കരുതേണ്ട. മുനമ്പത്തെ കുടുംബങ്ങൾക്കൊപ്പം BJP NDA മുന്നണി എപ്പോഴും ഉറച്ചു നിൽക്കും. അവരുടെ സ്വത്തവകാശങ്ങളും ഉപജീവന മാർഗവും സംരക്ഷിക്കാൻ മുന്നിലുണ്ടാവുകയും ചെയ്യും. നിയമവിരുദ്ധമായി വഖഫ് ഭൂമി കയ്യേറ്റങ്ങൾ അത് മുനമ്പത്തായാലും തളിപ്പറമ്പിലായാലും കേരളത്തിൽ മറ്റെവിടെയായാലും ശരി, ഞങ്ങൾ ഒരിക്കലും അനുവദിക്കില്ല. രാജീവ് ചന്ദ്രശേഖർ കൃത്യമായിട്ട് ഇടപെടലുകൾ നടത്തിയിരിക്കുന്നു. ഒരു BJP MLA മുനമ്പത്തെ സാധാരണക്കാർക്ക് വേണ്ടി, കിടപ്പാടം നഷ്ടപ്പെട്ടവർക്ക് വേണ്ടി രംഗത്തെത്തി കേന്ദ്ര ഇടപെടലുകൾ നടത്തിയിരിക്കുന്നു. ഇടത് സർക്കാരിന്റെ വഖഫ് ബോർഡ് 404 ഏക്കർ മുനീബ് പോർട്ടലിലേക്ക് രജിസ്റ്റർ ചെയ്ത് ഭൂമി കയ്യേറ്റക്കാരാക്കി മാറ്റിയിട്ടുണ്ട് മുനമ്പത്തെ സാധാരണക്കാരായ കിടപ്പാടമില്ലാത്ത ആളുകളെ. അത് ശരിവെച്ച് UDF സർക്കാരും ഈ ഇടത്തും വലതും ഒന്നല്ലേ? ഇവർ ഒരുമിച്ചൊറ്റക്കെട്ടായിട്ട് നടത്തിയ ചർച്ചയുടെ ഭാഗമായിരിക്കില്ലേ ഇതുപോലെ രജിസ്റ്റർ ചെയ്യാനും 10 മിനിറ്റ് കൊണ്ട് ഞങ്ങള് പ്രശ്നം പരിഹരിക്കുമെന്ന് പറഞ്ഞത് നിർത്തിയെന്നൊക്കെ? അതൊരു കൂട്ടുകെട്ടിന്റെ ഭാഗമായിട്ട് ഇവർ മുന്നോട്ട് പോകുന്നതായിരിക്കില്ലേ? നമുക്കൊക്കെ അറിയാം, ബംഗാളിൽ 3 MLA-മാരിൽ നിന്ന് എങ്ങനെ 208 വളർന്നു. അതെന്ത് മാജിക്കാണ് ബംഗാളിൽ കാണിച്ചത് എന്ന് ഇവിടെ പലരും ചർച്ച ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മൾ കൃത്യമായിട്ട് കേരളത്തിൽ ആ മാജിക്കിന്റെ തുടക്ക ഈ കണ്ടിട്ടുള്ളത്. ആ നിയമവിരുദ്ധതയെ ചോദ്യം ചെയ്ത് UDF സർക്കാർ, ഇടത് വഖഫ് ബോർഡ് ചെയ്ത ആ മുനീബ് പോർട്ടലിലേക്ക് വഖഫ് ബോർഡിന് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കൂല എന്ന ആ നിയമ വിരുദ്ധത ചോദ്യം ചെയ്യാതെ UDF പോയപ്പോ BJP അതിൽ ഇടപെട്ടു. BJP കേന്ദ്ര ഇടപെടൽ നടത്തി. 404 ഏക്കർ രജിസ്റ്റർ ചെയ്തതിനെയാണ് കേന്ദ്ര ഗവൺമെന്റ് ഇപ്പോ ചോദ്യം ചെയ്തിട്ടുള്ളത്. ഇത് സകല മലയാളികളും തിരിച്ചറിയണോ? BJPക്ക് മുനമ്പം പ്രദേശം ഉൾപ്പെടുന്ന നിയോജക മണ്ഡലത്തിൽ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിനേക്കാൾ വളരെ കുറവാണ് ഇത്തവണ വോട്ട് ലഭിച്ചിട്ടുള്ളത്. എന്നിട്ടും BJP സാധാരണക്കാർക്ക് വേണ്ടി നിലപാടെടുത്ത്, നീതിക്ക് വേണ്ടി നിലപാടെടുക്കുമ്പോൾ ഇത് കേരള ജനത ഒന്നടങ്കം കാണുക. ഇതാണ് ബംഗാളിൽ നടന്ന 3-ൽ നിന്ന് 208 മാജിക്. ഇതാണ് കേരളത്തിൽ ഇനി സംഭവിക്കാൻ പോകുന്ന 3-ൽ നിന്ന് 103 കേരള മോഡൽ BJP മാജിക് എന്ന് പറയുന്നത്. മുനമ്പം പ്രദേശം ഉൾപ്പെടുന്ന സ്ഥലത്ത് BJPക്ക് വോട്ട് കിട്ടിയിട്ടില്ല. ആ പ്രദേശത്തെ ജനങ്ങൾക്ക് വേണ്ടി വോട്ട് കുറച്ച് കിട്ടിയെന്നാണ് പറയുന്നത്. കഴിഞ്ഞ തവണത്തേക്കാൾ കുറവാണ് ലഭിച്ചിട്ടുള്ളത്. ആ സ്ഥലത്ത് വീണ്ടും നീതിക്ക് വേണ്ടി BJP MLA, BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് ഇടപെടലുകൾ നടത്തിയിരിക്കുന്നു. ഇത് കേരള ജനത ഒന്നടങ്കം കാണുക. ഇടതും വലതും 100-100 കുടുംബങ്ങളുടെ കിടപ്പാടമൊക്കെ ഇല്ലാതെയാക്കിയിട്ട് ഏത് മതത്തിന് എന്ത് നേട്ടമുണ്ടാക്കാനാണ്? യഥാർത്ഥ മതവിശ്വാസികൾ, അതേതു മതമായിക്കൊള്ളട്ടെ, ഹിന്ദു ആയിക്കൊള്ളട്ടെ, ക്രിസ്ത്യാനി ആയിക്കൊള്ളട്ടെ, മുസ്ലിം ആയിക്കൊള്ളട്ടെ, യഥാർത്ഥ മതവിശ്വാസികൾ ഈ മതത്തിന്റെ എന്തെങ്കിലും ബോർഡിലേക്ക് 600 കുടുംബങ്ങളെ തെരുവിലിറക്കണമെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു യഥാർത്ഥ വിശ്വാസികൾ അത് അംഗീകരിക്കൂല. പക്ഷെ സുഡാപ്പികളും ജിഹാദികളും നമ്മുടെ ഭരണത്തെ നിയന്ത്രിച്ച് കേരളത്തിലെ ഭരണത്തെ പോലും കൈപ്പിടിയിൽ ഒതുക്കിയത് കൊണ്ടല്ലേ ഇപ്പോഴും മുനമ്പത്തെ വിഷയത്തിൽ ഒരു തീർപ്പ് ഇടതും വലതും ഭരിക്കുമ്പോൾ ഉണ്ടാവാതിരുന്നത് എന്നുള്ളതും സകലരും തിരിച്ചറിയണം.